പശ്ചിമബംഗാളിൽ ബിജെപിക്കെതിരായ ഡീൽ ആരോപണം സജീവമാക്കാൻ തൃണമൂൽ കോൺഗ്രസ്. ആം ജനതാ ഉന്നയൻ പാർട്ടി തലവൻ ഹുമയൂൺ കബീറിന് 1000 കോടി നൽകി മുസ്ലിം ഹിന്ദു വോട്ടുകൾ വിഭജിച്ച് വിജയം നേടാനാണ് ബിജെപി നീക്കമെന്നാണ് ടിഎംസി ആരോപിക്കുന്നത്. വിഷയം ഇഡി അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബിജെപിയുടെ പ്രചാരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബംഗാളിൽ എത്തുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. നോബിൾ, അപ്പോൾ മോദി ദീദി പോരാണിപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. ടിഎംസിയും ബിജെപിയും പലതരം തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് പിന്നാലെ അമിത്ഷാ വരികയും ചെയ്യുന്നു. എങ്ങനെയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നത് ബംഗാളിൽ? ഷിഹാസ്, ശ്രുതി, തെരഞ്ഞെടുപ്പ് പ്രചാരണം പശ്ചിമബംഗാളിൽ അങ്ങ് ചൂടുപിടിച്ചു വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നു എന്നാണ്. ഡീൽ ആരോപണം അവിടെയും എത്തിയിരിക്കുന്നു. ബിജെപി 1000 കോടി ഡീലാണ് അവിടെ ഇപ്പോൾ ആം ജനതാ ഉന്നയൻ പാർട്ടി അധ്യക്ഷൻ ഹുമയൂൺ കബീറുമായി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ടിഎംസിയുടെ പ്രധാന ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളടക്കം ഇന്നലെ പുറത്തേക്ക് വിടുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ടിഎംസി പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഹിന്ദു മുസ്ലിം വോട്ടുകൾ വിഭജിച്ചുകൊണ്ട് അതുവഴി ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വിജയം നേടാനാണ് ബിജെപി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ 1000 കോടി രൂപയുടെ ഡീൽ. അതിൽ 200 കോടി രൂപ അഡ്വാൻസായി നൽകി എന്നും സുവേന്ദു അധികാരി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ എന്നും ടിഎംസി ആരോപിക്കുന്നു. ഇന്നലെ മമതാ ബാനർജി അതിരൂക്ഷ വിമർശനമാണ് ഇന്നലത്തെ പ്രചരണത്തിൽ ബിജെപിക്കെതിരെ ഉയർത്തിയത്. പാമ്പിനേക്കാൾ വിഷമാണ് ബിജെപിക്ക് എന്നാണ് മമത ഇന്നലെ പറഞ്ഞത്. പാമ്പിനും ഇടം കൊടുത്താലും ഒരു കാരണവശാലും ബിജെപിക്ക് ഇടം കൊടുക്കരുത് എന്ന് കൂടി മമത പറഞ്ഞിരുന്നു. ഏതാണെങ്കിലും വാദപ്രതിവാദങ്ങൾ കൊഴുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3ഓളം റാലികളിലാണ് പശ്ചിമബംഗാളിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നുഴഞ്ഞുകയറ്റക്കാരെയും ഒപ്പം ന്യൂനപക്ഷ പ്രീണനം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ബിജെപിക്ക് വേണ്ടി പ്രധാനമന്ത്രി അടക്കം പ്രചാരണം നടത്തിയത്. പ്രത്യേകിച്ച് മദ്രസകൾക്ക് 6000 കോടി രൂപ മമതാ സർക്കാർ കൊടുത്തു. പക്ഷേ മറ്റ് മേഖലകളിലേക്കൊന്നും വികസനത്തിന് പണം നൽകുന്നതിന് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ എന്താണെങ്കിലും ഉയർന്നിരുന്നു. ഇത്തവണ ബിജെപി അവിടെ അധികാരം പിടിക്കാൻ തന്നെയാണ് ശ്രമം. പക്ഷേ അത്തരത്തിൽ ശ്രമമായി വരുമ്പോഴും ടിഎംസി ശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. ടിഎംസി ഇപ്പോഴും പ്രത്യേകിച്ച് ഈ ഡീൽ ആരോപണമൊക്കെ കൊണ്ടുവന്ന് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഹുമയൂൺ കബീറിന്റെ വീഡിയോ അടക്കം പുറത്തേക്ക് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണെങ്കിലും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങ് കൊഴുക്കുകയാണ്. വരും ദിവസങ്ങളിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് പ്രചരണത്തിന് വേണ്ടി എത്തും. നിരവധി റാലികളിൽ പങ്കെടുക്കും. 23-ാം തീയതിയാണ് ആദ്യഘട്ട പോളിംഗ്. അതിനു മുന്നിടെ തന്നെ പരമാവധി പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ട് കളം പിടിക്കാൻ തന്നെയാണ് ടിഎംസിയുടെയും അതോടൊപ്പം തന്നെ ബിജെപിയുടെയും നീക്കം. കോൺഗ്രസും സിപിഎം അടക്കമുള്ള പാർട്ടികളും അവിടെ ശക്തമായ പോരാട്ടത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ 2 പാർട്ടികൾക്കും 0 സീറ്റുകളാണ് ലഭിച്ചത്. ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് സിപിഎം. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം അവരും കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള ആളുകളൊക്കെ മത്സരരംഗത്തുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ബിജെപിയും ടിഎംസിയും തമ്മിലാണ്. ശക്തമായ ഡീൽ ആരോപണമാണ് ഇപ്പോൾ അവിടെ പ്രധാന ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.